Good morning, children. 9th standard physics, 3rd lesson, motion and laws of motion. ആ ഒരു ലെസണിലുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ആക്ക സംരക്ഷണ നിയമം എന്ന് പറയും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? ഇൻ ദി ആബ്സെൻസ് ഓഫ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് ഈ ലോയിൽ പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ രണ്ട് ബോളിൻ്റെ കേസാണ് പറയുന്നത്. എ ആൻഡ് ബി എന്ന് പറയുന്ന ടു ബോൾസ്, എ ആൻഡ് ബി. എയും ബിയും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. എയുടെ സ്പീഡ് കുറച്ച് കൂടി കഴിയുമ്പോൾ ഇറ്റ് കൊളൈഡ് വിത്ത് ബി. രണ്ടുപേരും കൂട്ടിയിടിക്കും. എയും ബിയും കൊളീഷൻ ഉണ്ടാവും. കൊളീഷൻ കഴിഞ്ഞാൽ വീണ്ടും ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ച് വരുന്നത് വെലോസിറ്റിക്കാണ്. എയുടെ ഇനീഷ്യൽ വെലോസിറ്റി u1 ആയിരുന്നു. കൊളീഷൻ കഴിഞ്ഞപ്പോൾ എയുടെ വെലോസിറ്റി v1 ആയിട്ട് മാറി. മാസ് കോൺസ്റ്റൻ്റ് ആണ്. എയുടെ മാസ് m1 ആണ്, ബിയുടെ മാസ് m2 ആണ്. ചേഞ്ച് ഇല്ല, മാസിൽ ചേഞ്ച് വരുന്നില്ല. പക്ഷേ കൊളീഷൻ കഴിയുമ്പോൾ രണ്ടിൻ്റെയും വെലോസിറ്റി ചേഞ്ച് ആവുന്നു. ബിയുടെ ഇനീഷ്യൽ വെലോസിറ്റി u2 ആയിരുന്നു. പക്ഷേ കൊളീഷൻ കഴിഞ്ഞപ്പോൾ ബിയുടെ വെലോസിറ്റി v2 ആയിട്ട് ചേഞ്ച് ആയി. അപ്പോൾ ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ, ആ ഒരു ഡയഗ്രാം നമ്മൾ നോക്കുക. രണ്ട് ബോളാണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? മൊമെൻറ്റം ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഓബ്ജെക്ട്സ്. മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം. പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലേ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന ബോളിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും, അതുപോലെ ചേഞ്ച് ഇൻ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് എ. എ എന്ന ബോള് അല്ലേ നമ്മൾ കണ്ടല്ലോ. എ എന്ന ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എയുടെ ഇനീഷ്യൽ വെലോസിറ്റി u1 ആണ്, ഫൈനൽ വെലോസിറ്റി v1 ആണ്. രണ്ടിൻ്റെയും മാസ് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? m1 ആണ് രണ്ടിൻ്റെയും മാസ് വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് എ എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഇസ് m1 u1. നൗ വാട്ട് ഈസ് ദ ഫൈനൽ മൊമെൻറ്റം ഓഫ് എ? m1 v1, ഫൈനൽ മൊമെൻറ്റം, അതായത് ആഫ്റ്റർ കൊളീഷൻ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് എ? അതും ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, ദാറ്റ് ഈസ് m1 v1 മൈനസ് m1 u1. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ, അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തെ ഡിവൈഡഡ് ബൈ ടൈമാണ് നമ്മൾ ചെയ്യുന്നത്, റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് m1 v1 മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ ടി എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ. അപ്പോൾ എ എന്ന ബോള് ഇനീഷ്യലി മൂവ് ചെയ്തു, കൊളീഷൻ കഴിഞ്ഞു, ഫൈനലി മൂവ് ചെയ്യാണ്. ആ സമയത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റമാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ആ ഒരു സംഗതി നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തെ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് FAB എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഫോഴ്സ് ഓഫ് ബി ഓൺ എ. ബി എന്ന ബോൾ എയിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടായ ഫോഴ്സാണ് FAB എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് സെക്കൻഡ് ലോയിൽ ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്നത്? അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എക്ക് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തെ FAB എന്നാക്കി ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതുപോലെ നമ്മൾ ബിയുടെ കേസും, ബി എന്ന ബോളിൻ്റെ കേസും ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ബി, അത് m2 u2 ആണ്. അപ്പോൾ ബി എന്ന ബോളിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബി എന്ന ബോളിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം u2 ആയിരുന്നു. പിന്നെ കൊളീഷൻ കഴിഞ്ഞപ്പോൾ ബി എന്ന ബോളിൻ്റെ വെലോസിറ്റി v2 ആയിട്ട് മാറി. ഇത് ബി എന്ന ബോളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ബി എന്ന് പറയുമ്പോൾ m2 u2 എന്നായി. ഫൈനൽ മൊമെൻറ്റം ഓഫ് ബി m2 v2 ആയി. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, ദാറ്റ് ഇസ് m2 v2 മൈനസ് m2 u2. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബി m2 v2 മൈനസ് m2 u2 ഡിവൈഡഡ് ബൈ ടൈം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തെ.
ഇനി ഈ ഒരു കേസിലും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തെ നമുക്ക് ഏതിനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെയും ഫോഴ്സ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബി എന്ന് പറഞ്ഞാൽ m2v2 മൈനസ് m2u2 എന്നാണ്, ഡിവൈഡഡ് ബൈ ടൈം. ഇതിനെ നമുക്ക് FBA എന്നായിട്ട് മാറ്റി എഴുതാൻ പറ്റും അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇനി തേർഡ് ലോ ഓഫ് മോഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അക്കോർഡിംഗ് ടു ദ തേർഡ് ലോ ഓഫ് മോഷൻ, ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ആക്ഷനും റിയാക്ഷനും ഫോഴ്സാണ്. എ എന്ന ബോൾ ബി എന്ന ബോളിൽ പോയിട്ട് കൊളൈഡ് ചെയ്യാണ്. അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഉണ്ടായിട്ടുണ്ട്, രണ്ടുപേർക്കും ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കുമെന്നാണ് ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷനിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സിനെയും നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോൾ FAB is equal to മൈനസ് ഓഫ് FBA എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഫസ്റ്റ് ഫോഴ്സിൻ്റെ ഈക്വലും ഓപ്പോസിറ്റുമാണ് രണ്ടാമതുണ്ടായിരിക്കുന്ന ഫോഴ്സ്. ദാറ്റ് ഇസ് FAB is equal to മൈനസ് ഓഫ് FBA. ഇതിന് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ ആ ഒരു വാല്യൂമായിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? FAB എന്ന് പറഞ്ഞാൽ എന്താണ്? m1v1 മൈനസ് m1u1 ഡിവൈഡഡ് ബൈ t. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് FBAയുടെ വാല്യൂ m2v2 മൈനസ് m2u2 ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഈ രണ്ട് സൈഡിലും ടൈമുണ്ട്. ആ ടൈമിനെ നമുക്ക് രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? ബാക്കി വരുന്നത് എന്താ? m1v1 മൈനസ് m1u1 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് m2v2 മൈനസ് m2u2. ഇനി മൈനസ് സൈൻ ഒന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് സൈൻ കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് m2v2 പ്ലസ് m2v2. അതായത് ഇവിടെ മൈനസ് വാല്യൂ കൊണ്ട് ഇതിനെ മൊത്തത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ മൈനസ് m2v2 പ്ലസ് m2u2 എന്നായിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യുന്നത് v1 v2 ഒരു സൈഡിലും u1 u2 മറ്റൊരു സൈഡിലേക്കുമായിട്ട് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? m1v1 പ്ലസ് m2v2 എന്നായി. അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ മൈനസ് m2v2 ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു. സോ m2 പ്ലസ് m2v2 എന്നായിട്ട് കിട്ടി. ഇപ്പോൾ v1 v2 ഒരു സൈഡിലായി. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് ഈ മൈനസ് m1u1 ഉണ്ടായിരുന്നു ഇവിടെ ലെഫ്റ്റിൽ, അതിനെ നമ്മളിവിടെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് m1u1 എന്നായിട്ട് മാറും. പിന്നെ ഓൾറെഡി ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു m2u2 ഉണ്ടല്ലോ, അതും നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ഒരു സംഗതി, ഇത് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനാണ്. ഈ കിട്ടിയിരിക്കുന്നതോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ലോയിൽ പറയുന്നത് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്നാണ്. ആ ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ ഒരു സംഗതിയെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബോളിൻ്റെ കേസ് വെച്ചുകൊണ്ട് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതായത് ദ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. This is called the law of conservation of momentum. Thank you.